ഇറാനിൽ തുടർച്ചയായ 13-ാം ദിവസവും US സൈന്യം വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുതിയ മിസൈൽ ആക്രമണങ്ങൾ 2 മണിക്കൂറിലധികം നീണ്ടുനിന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സമുദ്രമേഖലയിലെ ഭീഷണികൾ പൂർണ്ണമായി തടയുന്നതിനുമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. ഇറാനിലെ സൈനിക കമാൻഡ് സെന്ററുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇറാനിലെ അഹ്വാസ് നഗരത്തിന് സമീപമുണ്ടായ US മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ തന്നെ ഇറാഖി മധ്യസ്ഥതയിലൂടെ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാഖി പ്രധാനമന്ത്രി അലി അൽ സൈദി നേരിട്ടാണ് സമാധാന ദൂതുമായി ടെഹ്റാനിൽ എത്തിയത്. എന്നാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി സുരക്ഷിതമാക്കാത്തതും സ്ഥിരപരിഹാരം കാണാത്തതുമായ യാതൊരു താൽക്കാലിക കരാറിനും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാനിയൻ അധികൃതർ വ്യക്തമാക്കിയെന്നാണ് വാർത്ത. അടുത്തിടെയുണ്ടായ സംഘർഷത്തിൽ നിന്ന് ഇറാൻ കൂടുതൽ കരുത്താർജിച്ചുവെന്നും ഹോർമുസ് കടലിടുക്കിനെ തന്ത്രപ്രധാനമായ പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവകാശപ്പെട്ടിട്ടുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധം രണ്ടാമത് പൊട്ടിപ്പുറപ്പെട്ടിട്ട് 2 ആഴ്ചയാകുന്നു. അടിയും തിരിച്ചടിയും കടുപ്പിച്ചിരിക്കുന്നു അമേരിക്കയും ഇറാനും. ഇറാൻ വാക്കുകളിലും കൂടുതൽ ആക്രമോത്സുകത കാട്ടുന്നുണ്ട്. പകരത്തിന് പകരം എന്ന നിലപാട് ശക്തമായി തന്നെ പറയുന്നുമുണ്ട്. അമേരിക്ക ഉന്നമിടുന്നത് ഹോർമൂസിന്റെ നിയന്ത്രണവും ഇറാന്റെ സാമ്പത്തിക തകർച്ചയുമാണ്. ഇറാൻ പറയുന്നത് തങ്ങൾക്ക് സ്വസ്ഥമായി നിലകൊള്ളാൻ കഴിയില്ല എങ്കിൽ അയൽക്കാരെയും, അതായത് അയൽ രാജ്യങ്ങളെയും അതിന് അനുവദിക്കില്ല എന്നാണ്. ചുരുക്കത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിന്നാലും ഇറാനൊപ്പം നിന്നാലും മിസൈലുകളോ ബോംബുകളോ വീഴുമെന്ന അവസ്ഥയിലല്ലേ ഈ ഗൾഫ് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ? യുദ്ധം എന്തിൽ ചെന്ന് അവസാനിക്കും? ആ ചോദ്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും നാവിൻ തുമ്പത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇതെവിടെ ചെന്ന് അവസാനിക്കും? അപ്പം ഭാവി പ്രവചിക്കാൻ എനിക്ക് പ്രത്യേക വരമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളുടെ അവലോകനത്തിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ ഊഹിച്ചെടുക്കാൻ സാധിക്കും എന്ന് മാത്രം. ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇങ്ങനൊന്നും അല്ലല്ലോ നാളെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നാളെ ഇങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നാളെ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെറുതെ ചിന്തിക്കുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, സാധ്യതാപരമായി ഇന്ന സാധ്യതകളുണ്ട്. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ആവാത്തത് നിങ്ങൾക്ക് ആവില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല. നാവിക ഉപരോധമാണ്. എണ്ണ ഒരു തുള്ളി പോലും ഇറാനിൽ നിന്നും ഹോർമൂസ് കടത്തി കൊണ്ടുപോകാനാവില്ല. അമേരിക്കൻ കപ്പലുകൾ ഇറാനിലേക്ക് വരുന്ന വിദേശ കപ്പലുകളെ തടഞ്ഞു നിർത്തുകയാണ്, തിരിച്ചയക്കുകയാണ്. ഇറാനിൽ നിന്നും എണ്ണയുമായി പോകുന്ന കണ്ടെയ്നർ ഷിപ്സ്, ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ടാങ്കറുകൾ തടഞ്ഞു വയ്ക്കുകയാണ്. എങ്കിൽ നിങ്ങളും കൊണ്ടുപോകണ്ട, ഈ നിലപാടിലാണ് ഇറാൻ. അതാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞത്. ഇതൊരു 2-വേ ട്രാഫിക് ആണല്ലോ. ഞങ്ങൾക്ക് മാത്രം പീഡനം എന്നും നിങ്ങൾക്കൊന്നും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നിങ്ങളെന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളാണ്. അവരുടെ കപ്പലുകൾക്ക് നിർബാധം പോകാം, അവിടേക്ക് വന്ന് എണ്ണ കൊണ്ടുപോകാം. എങ്കിൽ ഇറാന് യാതൊരു വിലയില്ലാതാകും. ഇറാനെ പൂർണ്ണമായി മെരുക്കിയെടുക്കാൻ അമേരിക്കയ്ക്കാകും. അതുകൊണ്ട് ഒരു രാജ്യം സർവൈവലിന് വേണ്ടി ഉപയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ നിന്നുകൊണ്ട് വേണം ഇത് കാണാൻ. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൂചനയാണ് എങ്കിൽ നാളുകളിൽ ഇറാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ സംഭവിക്കുമെന്നല്ല ആഗ്രഹിക്കുന്നത്, തങ്ങളെ നമ്പാതെ, തങ്ങളുടെ അനുവാദം വാങ്ങാതെ, കപ്പം നൽകിയാലും ഇല്ല എങ്കിലും, ചുങ്കം പിരിച്ചെടുത്താലും ഇല്ല എങ്കിലും, ഹോർമൂസ്, ഏത് കപ്പൽ ഹോർമൂസിലേക്ക് കടന്നു വരണമെങ്കിലും അത് തങ്ങളുടെ രാജ്യത്തേക്കാകട്ടെ, മറ്റേതെങ്കിലും GCC മേഖലയിലെ രാജ്യങ്ങളുടെ തുറമുഖങ്ങളിലേക്കാവട്ടെ, പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കപ്പലും ഇറാൻ്റെ ഒരു നിയന്ത്രണത്തിലും ഇറാൻ്റെ അംഗീകാരത്തിനും വിധേയവുമായും പോകണം. അത് അമേരിക്കൻ കപ്പലുകളാണെങ്കിലും ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കപ്പലുകളാണെങ്കിലും UAEയുടെയോ സൗദിയുടെയോ കപ്പലുകളാണെങ്കിലും വ്യാപാര ആവശ്യത്തിന് വേണ്ടിയുള്ള ഏത് കപ്പലും, എണ്ണ മാത്രമല്ല ഏതാവശ്യത്തിനും കടന്നു വരുന്ന കപ്പലുകൾക്ക് പ്രാദേശിക ശക്തി എന്ന നിലയിൽ
തങ്ങളുടെ അറിവ്, സമ്മതം, അംഗീകാരം ഉണ്ടാവണം. ഇത് പെർമനൻ്റ് പോളിസിയായി മാറിയിരിക്കുന്നു. യുദ്ധത്തിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഫെബ്രുവരി 28, 2026 മുൻപ് അങ്ങനെയായിരുന്നില്ല. ആർക്കും സുഗമമായി കൊണ്ടുപോകാവുന്ന ഫ്രീ വാട്ടർവേ ആയിരുന്നു ഹോർമോസ്. അത് ഈ രൂപത്തിൽ ആക്കിയെടുത്തതിൻ്റെ പിന്നിലെ മെയിൻ ഉത്തരവാദി അമേരിക്കയാണ് എന്ന് ഇറാൻ ആവർത്തിച്ച് ലോകത്തോട് പറയുകയാണ്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ തീരുമാനമാവണം, ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനമാകണം. അതിൽ നിന്നും റിവേഴ്സ് ചെയ്ത് ഒരു സ്വതന്ത്ര കപ്പൽപാതയായി ഗൾഫിനെ അല്ലെങ്കിൽ ഹോർമൂസിനെ മാറ്റിയെടുക്കണമെങ്കിൽ അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന എല്ലാ ഉപരോധവും, നാവിക ഉപരോധവും, എണ്ണ ഉപരോധവും അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ്. ഇറാൻ ഉപരോധം, നാവിക ഉപരോധം മുൻപ് നേരിട്ടിരുന്നു. ഇറാൻ്റെ എണ്ണയ്ക്ക് കടുത്ത വിലക്കുണ്ടായിരുന്നു. പിന്നെ ഗോസ്റ്റ് ഷിപ്പുകൾ വഴിയൊക്കെയാണ്, അതായത് വ്യാജ കപ്പലുകൾ ഒക്കെയാണ്, അല്ലെങ്കിൽ ഷാഡോ ഫ്ലീറ്റ് എന്നൊക്കെ പറയാം, ഏതെങ്കിലും രാജ്യത്തിൻ്റെയൊക്കെ പതാക വഹിച്ചുകൊണ്ട് കപ്പലുകൾ ഇറാൻ്റെ ഖാർഗ ദ്വീപിൽ നിന്നും ഹോർമൂസിലൂടെ കടന്ന് വെളിയിലേക്ക് പോകുന്നു. ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് ഈ ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റുകയോ, പമ്പ് ചെയ്ത് മാറ്റുകയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലാഗ് തന്നെ മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക്, ഏതാണോ ലക്ഷ്യം, ചൈനയായിരിക്കും പലപ്പോഴും ലക്ഷ്യം. ഇറാൻ്റെ എണ്ണയുടെ ഏതാണ്ട് 90% പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലാൻഡ് ബേസ്ഡായി എണ്ണ കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ട്. ട്രെയിൻ വാഗണുകളിൽ എണ്ണ ടാങ്കറുകൾ പോകുന്നതിന് പരിമിതിയുണ്ട്. ആ ലൈനാണ് ചൈനയിലേക്ക്, കസാഖിസ്ഥാൻ വഴി, തുർക്ക്മേനിസ്ഥാൻ വഴി ചൈനയിലേക്ക് എത്താവുന്ന ഇറാനിൽ നിന്നുള്ള റെയിൽ പാതയാണ് അമേരിക്ക ബോംബിട്ട് തകർത്തത്. അത് പക്ഷേ ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും പരിഹാരമല്ല. ഹോർമൂസ് തന്നെയാണ് പരിഹാരം. അതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകാനാവുന്നില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? ഭീമമായ റവന്യൂ നഷ്ടമാണ് ഇറാൻ ഉണ്ടാകുന്നത്. ഇറാന് മറ്റ് കാര്യങ്ങൾ, കാരണം ഇറാനൊരു സമ്പദ് വ്യവസ്ഥയുണ്ട്, വീറ്റ് പ്രൊഡക്ഷനുണ്ട്, ഫുഡുണ്ട്, ഫുഡ് സെക്യൂരിറ്റി പൂർണ്ണമായി ഉണ്ടെന്ന് പറയാനാവില്ല. അവശ്യ വസ്തുക്കൾ പലതും എത്തേണ്ടത് ചൈനയിൽ നിന്നുമൊക്കെയാണ്, ഇന്ത്യയിൽ നിന്നൊക്കെയാണ്. അതൊന്നും എത്താൻ ഇപ്പോഴത്തെ നിലയിൽ കഴിയില്ല. അധികകാലം, ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഉപരോധത്തിൽ അധികകാലം, എത്ര വലിയ രാജ്യമാണെങ്കിലും ആഭ്യന്തരമായി എത്ര ഉത്പാദനമുണ്ടെങ്കിലും ദീർഘകാലം, അതായത് വർഷങ്ങളോളം പൂർണ്ണ ഉപരോധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു തിയറി അമേരിക്കയുടെ ഭാഗത്തുണ്ട്. ഇറാൻ പറയുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കാൾ കൂടുതലാവും നിങ്ങൾ മറുപക്ഷത്ത് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ. അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും പറ്റാനില്ല. അമേരിക്ക അവിടെ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും കൊണ്ടുപോകുന്നില്ല. ഗൾഫിൽ നിന്നും ഒരു തുള്ളി എണ്ണ അമേരിക്ക കൊണ്ടുപോകുന്നില്ല. അമേരിക്ക സ്വന്തമായി ഉത്പാദനം നടത്തുന്നു. അല്ല എങ്കിൽ വെനിസ്വലയിൽ ആവശ്യത്തിലധികം എണ്ണ ഉത്പാദനമുണ്ട്. അതൊക്കെ മതിയാകും അമേരിക്കയ്ക്ക്. ഒരിക്കലും ഗൾഫ് ഓയിലിനെ അവരെ കൺട്രോൾ ചെയ്യണമെന്നല്ലാതെ, വിലയുടെ നിയന്ത്രണത്തിൽ അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്നല്ലാതെ, അല്ലെങ്കിൽ എങ്ങനെ ഇത് വിതരണം ചെയ്യപ്പെടണം എന്നതിൽ അമേരിക്ക കാഴ്ചപ്പാടുണ്ടാകും. ആരൊക്കെ ഏതെല്ലാം രീതിയിൽ കൊണ്ടുപോകുന്നു എന്നതിനൊരു മേൽനോട്ടം ഉണ്ടാകും. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടെ എണ്ണ വേണ്ട. അപ്പോൾ അഫക്റ്റഡ് ആകാൻ പോകുന്നത് GCC രാജ്യങ്ങൾ തന്നെയാണ്. അവർക്ക് എത്ര കാലം അവരുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും? ഇതാണ് ഇറാൻ ചോദിക്കുന്ന ചോദ്യം. ഇപ്പം തൽക്കാലത്തേക്ക് പോരടിച്ച് നിൽക്കാം. ഉപരോധമാണ് ശരി, 2, 3, 4 മാസം. എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായി അടച്ചിടാനാവില്ല എന്നുകൂടി ഓർക്കണം. എണ്ണ നിരന്തരം എക്സ്ട്രാക്ട് ചെയ്യുക. ഒരിക്കലും ഒരു പമ്പിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിരന്തരം എണ്ണ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒന്നുകിൽ അത് ശേഖരിച്ച്, സംഭരിച്ച്, ശേഖരിച്ച്, ശുദ്ധീകരിച്ച് വിപണനം ചെയ്യണം. അല്ല എങ്കിൽ ശേഖരിച്ച് ക്രൂഡ് ഓയിൽ എന്ന രീതിയിൽ വിപണനം ചെയ്യണം. അല്ല എങ്കിൽ അത് കത്തിച്ച് കളയേണ്ടി വരും. കാരണം എണ്ണ ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്, പ്രകൃതിവാതകം പ്രത്യേകിച്ചും മുകളിലേക്ക് വരുന്നത് അന്തരീക്ഷത്തിൽ കത്തിച്ചു കളയണം. അത് പാരിസ്ഥിതികമായ വലിയ ശോഷണങ്ങൾ സംഭവിക്കും. അല്ല എങ്കിൽ അത് ശേഖരിച്ച് വയ്ക്കാൻ വൻകിട ഈ ശേഖരണ സ്ഥലങ്ങൾ, സംഭരണികൾ ഉണ്ടാവണം. അതെല്ലാം തന്നെ ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധത്തിന് വിരാമമാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ തോതിൽ ഇൻവെൻറ്ററീസ് എല്ലാം തന്നെ പെരുകി നിന്നത് അതെല്ലാം തന്നെ കുറച്ചു കൊണ്ടുവന്നു. സംഭരണശാലകളിൽ കുറച്ചുകൂടി എണ്ണ ശേഖരിക്കാമെന്നായി. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ ശേഖരണം വീണ്ടും പൂർണ്ണ രീതിയിൽ ശേഖരണം നടന്നു കഴിഞ്ഞു. ഇനി എണ്ണ ഉത്പാദിപ്പിക്കുന്ന എണ്ണ എന്തു ചെയ്യും? ഈ നിലം തരിച്ചിടാൻ സാധിക്കും, എണ്ണപ്പാടങ്ങൾ തരിച്ചിടാൻ പറ്റില്ല. വിളവിറക്കിയില്ല എങ്കിൽ കണ്ടങ്ങൾ അല്ലെങ്കിൽ വയലുകൾ വേണമെങ്കിൽ ഇപ്രാവശ്യം വിത്തിറക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എണ്ണപ്പാടങ്ങൾ അങ്ങനെയല്ല. തൽക്കാലം ഈ വാൽവ് അങ്ങോട്ട് പൂട്ടി വെച്ചിട്ട് ഇവിടെ നല്ല സമയം വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ തുറക്കാം എന്ന് പറയാവുന്ന രീതിയിലല്ല എണ്ണ ഉത്പാദനം. ഇത് ഗൾഫിലെ രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ സമ്മർദ്ദം വളരെ വളരെ കൂടുതലാണ്. തങ്ങളുടെ എണ്ണ എങ്ങനെയും പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലേ പറ്റൂ. അതുമാത്രമല്ല, ഗൾഫിലേക്കുള്ള
അവശ്യ സാധനങ്ങൾ ഗൾഫിലെത്തണം. നോക്കൂ, 2 കടലെടുക്കുകയാണ് വിഷയം. നേരത്തെ 2-3 വീഡിയോകളിൽ ഞാൻ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ കാര്യം ഇതാണ്, ഹോർമൂസ് മാത്രമല്ല, ബാബ് എൽ മന്ദേബ് ചെങ്കടലിലേക്കുള്ള പ്രവേശന ദ്വാരവും ഇപ്പോൾ ഏതാണ്ട് ബ്ലോക്ക്ഡ് ആകാനുള്ള തുടക്കത്തിലാണ്. സൗദി ഷിപ്പുകളെ മാത്രമാണ് ഇപ്പോൾ ഹൂതികൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഉപരോധം. പക്ഷേ മറ്റ് കപ്പലുകൾക്ക് നേരെയും ബാബ് എൽ മന്ദേബിൽ ഉപരോധം വരികയാണെങ്കിൽ ആ പ്രദേശത്തുകൂടി എണ്ണയോ മറ്റ് ഉൽപ്പന്നങ്ങളോ കടന്നു പോവില്ല. പേർഷ്യൻ ഗൾഫും റെഡ് സീ മേഖലയും പൂർണ്ണമായി ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിലെ രാജ്യങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരും. അമേരിക്കയോട് പറയേണ്ടി വരും, ദയവായി ഇതൊന്ന് നിർത്തിത്തരൂ, തങ്ങൾക്ക് ജീവിക്കണം, തങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഇനി അതിന് സാധ്യമല്ല എങ്കിൽ അവർക്ക് മറ്റ് വഴികൾ തേടേണ്ടി വരും. കൂടുതൽ രാജ്യങ്ങളുമായി അവർ സംസാരിക്കേണ്ടി വരും. ചൈനയുമായും റഷ്യയുമായിട്ടും ഒക്കെ സംസാരിക്കേണ്ടി വരും. അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ ഉള്ളപ്പോഴും സൗദി അറേബ്യയൊക്കെ ചൈനയോട് സംസാരിച്ചാണ് ഇറാനുമായി സന്ധിയിലായത്. 2023 സന്ധിയിലായതെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു സന്ധിയൊക്കെ അധികമാരും സംസാരിക്കാതെ പോയ ഒരു കാര്യമാണ് സൗദി ഇറാൻ ഡീൽ ബ്രോക്കേർഡ് ബൈ ചൈന. പക്ഷേ അത് പൂർണ്ണമായി ബലവത്തായില്ല. അതുകൊണ്ടാണല്ലോ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാൻ ആക്രമിക്കുന്നു. തോത് കുറവാണ്. മറ്റ് രാജ്യങ്ങളെ, ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കുന്ന അതേ തോതിൽ സൗദി അറേബ്യയെ ഇറാൻ ആക്രമിക്കുന്നില്ല. അങ്ങനെ ഒരു ടോക്കിംഗ് പോയിന്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പൂർണ്ണമായ ആക്രമണമില്ലാത്തത്. പിന്നെ സൗദിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൗദി ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഇറാൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള വലിയ രാജ്യമാണ്. മരുഭൂമികളും പിന്നെ നഗരങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇറാൻ ഈസ് ട്രൈയിങ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പേർഷ്യൻ ഗൾഫ് കൺട്രീസ്, നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ഈ പ്രദേശത്ത് ജീവിക്കേണ്ടവരാണ്. അമേരിക്കക്കാർ വരുത്തന്മാരാണ്. അവരുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ചാടി പുറപ്പെട്ടാൽ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല. ഞങ്ങൾക്ക് എണ്ണ നിഷേധിച്ചാൽ, എണ്ണ വരുമാനം നിഷേധിച്ചാൽ നിങ്ങളുടെ എണ്ണ വരുമാനവും നിഷേധിക്കപ്പെടും. ഇത് സത്യമായിരിക്കെ നമ്മൾ തമ്മിൽ സന്ധി ചെയ്തു പോകണം. അപ്പം ഇറാൻ സൗദി അല്ലെങ്കിൽ ഇറാൻ ആൻഡ് GCC ഒരു കരാറിലേക്ക്, മേഖലാ കരാറിലേക്ക് എത്താൻ സാധിക്കുമോ എന്നൊരു ആത്യന്തിക ചിന്ത ഇറാൻ്റെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ യുദ്ധത്തിലാണ്, ഇപ്പോൾ ആക്രമിക്കുന്നു, അത് അമേരിക്കൻ താവളങ്ങളാണ്. ഇറാൻ വീണ്ടും പറയുന്നു, തങ്ങൾ ആക്രമിക്കുന്നത് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ അല്ല, അവിടെയുള്ള അമേരിക്കൻ താവളങ്ങളെയാണ്. ഇനി ഒരു രീതിയിലും മുന്നോട്ട് പോകാനാവില്ല എങ്കിൽ, കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞ ഒരു ത്രട്ടുണ്ടല്ലോ, സൈനിക കേന്ദ്രങ്ങൾ എന്നതിൽ നിന്നും മാറി സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക്, അതായത് എണ്ണപ്പാടങ്ങളിലേക്ക്, ഡീസാലിനേഷൻ പ്ലാന്റുകളിലേക്ക്, കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി മാറ്റുന്ന, ശുദ്ധജലമായി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളിലേക്ക് ആക്രമണം ഒരുപക്ഷെ വ്യാപിച്ചാൽ അതിനുത്തരവാദികൾ നിങ്ങളായിരിക്കും. അമേരിക്കയ്ക്ക് താവളമൊരുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇങ്ങനെയുള്ള ത്രട്ടൊക്കെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരൊറ്റ ഗൾഫ് രാജ്യങ്ങളുടെയും ജനവാസ മേഖലയിലേക്ക് മനഃപൂർവ്വമായി ഇറാൻ മിസൈൽ അയച്ചു എന്ന് ഇതുവരെ ആരും ആരോപിച്ചിട്ടില്ല. പക്ഷേ ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നു. ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. ഒരു തന്ത്രമെന്ന നിലയിൽ ഇറാൻ അത് ചെയ്യുന്നു. അത് ഞാൻ കൃത്യമായി സത്യസന്ധമായി പറയുന്നു. പക്ഷേ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുമ്പോഴും അത് ഗൾഫിലെ രാജ്യങ്ങളിലേക്ക് നേരെയുള്ള ആക്രമണമാണ്. ഈ മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ വന്നു വീഴുന്ന ജനവാസ മേഖലയിലാണെങ്കിൽ അവിടെ മരണങ്ങൾ സംഭവിക്കുമല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇതിന് പരിഹാരം കാണേണ്ടത് ഇറാൻ അല്ല, ഗൾഫ് രാജ്യങ്ങളാണ്. അവർക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾ ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ്. ചെങ്കടൽ ഇപ്പുറത്താണ്, ചെങ്കടൽ എന്ന ഭൗതികമായ കടലല്ല ഉദ്ദേശിച്ചത്, അവസ്ഥയാണ്. അമേരിക്കയെ തള്ളണോ കൊള്ളണോ, ഇറാനെ തള്ളണോ കൊള്ളണോ, ഈ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ഇറാൻ ആൻഡ് ഗൾഫ് കൺട്രീസ് ഇഫ് പീസ് പ്രിവെയിൽസ്. അല്ലേ, സമാധാനം വന്നാൽ അതിൻ്റെ പ്രയോജനം ഒരുപോലെ ഇറാനും ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങൾക്കും ആണ്. പക്ഷേ സമാധാനം ഇല്ല എങ്കിൽ അതിൻ്റെ പ്രയോജനം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ആണ് എന്നുകൂടി ഓർക്കണം. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇസ്രയേലിന് നേരെ ഇപ്പോൾ കാര്യമായ ആക്രമണമില്ലല്ലോ. അതുകൊണ്ട് ഇസ്രയേൽ തൽക്കാലം ഹാപ്പിയാണ്. ഇറാൻ്റെ കേപ്പബിലിറ്റി പരമാവധി കുറയ്ക്കാൻ അമേരിക്കയുടെ ആക്രമണം സഹായിക്കുമെങ്കിൽ നന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇപ്പോൾ സൗദിയുടെ ആണവ പദ്ധതി ഉൾപ്പെടെ
ഇസ്രയേൽ സംശയത്തോടെ നോക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലും കൺസേൺസ് ഉണ്ട്. ഈ യുദ്ധം ഒരു കാരണവശാലും ഇപ്പോൾ അവസാനിക്കാൻ പാടില്ല, തുടരട്ടെ, ഇറാൻ പരമാവധി ക്ഷയിക്കട്ടെ എന്ന ചിന്തയിലാണ് ഇസ്രായേൽ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അമേരിക്കൻ വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ഭരണകൂടം അതിന് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രഷണൽ സപ്പോർട്ട് വേണം. ഇപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ് പൂർണ്ണ പിന്തുണ കിട്ടില്ല. ട്രംപ് ഒരിക്കലും $1.5 ബില്യൺ സൈനിക സഹായമായി ട്രംപ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അഡീഷണലായി ഒരു $70 മില്യൺ മാറ്റിവെച്ചിരിക്കുന്നത് ഗൾഫ് യുദ്ധത്തിന് മാത്രമാണ്. അപ്പോൾ അത്രയും ഭീമമായ തുക, അത്രയും $1 ബില്യൺ 1.5 ട്രില്യനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. 1.5 ട്രില്യൺ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയല്ലേ, ഡോളേഴ്സാണ്. അപ്പോൾ അത്രയും വലിയ തുകയൊന്നും ചെലവഴിക്കാൻ അമേരിക്കൻ പൗരന്മാർ, നികുതിദായകർ ഒരുപക്ഷെ തയ്യാറായേക്കില്ല. അതുകൊണ്ടാണ് അമേരിക്കയെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാര്യം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമോ ഇറാൻ്റെ ഭീഷണിയോ ഒന്നുമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ നുരഞ്ഞു പൊങ്ങുന്ന ഒരു പ്രതിഷേധം, ഒരു അർത്ഥശൂന്യത അവർ കാണുന്നു, പാർലമെൻറ്റ് അംഗങ്ങളും ജനങ്ങളും കാണുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് പിന്തിരിയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുവരെ യുദ്ധം മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനും എന്താണ് ചെയ്യേണ്ടതെന്ന്, ഇപ്പോൾ പിന്തിരിഞ്ഞോടാനാവുമോ? ഇപ്പം നിരന്തരം ആക്രമണം, 14ാം ദിവസത്തിലേക്ക് കടക്കുന്നു ആക്രമണം. 13 ദിവസം പിന്നിട്ടിരിക്കുന്നു ആക്രമണം. കഴിഞ്ഞ രാത്രി കൂടി കഴിയുമ്പോൾ 13 ദിവസം നിരന്തരമായ ആക്രമണമാണ്. ഇറാൻ കീഴടങ്ങിയില്ലല്ലോ. ഇറാൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇനിയും 13 ദിവസം കൂടെ നീണ്ടാലും, ഇനി 2-3 മാസം കൂടെ നീണ്ടാലും, ഇനി 1 വർഷം നീണ്ടാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. ഭരണകൂടത്തെ അങ്ങനെ മാറ്റാനൊക്കില്ല. ആകാശത്ത് നിന്നുകൊണ്ടൊരു ഭരണകൂടത്തെ മാറ്റാനാവില്ല എന്ന് വീണ്ടും വീണ്ടും അമേരിക്ക തിരിച്ചറിയുന്നു. കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ കാര്യങ്ങൾ ഇങ്ങനെ അല്ല, കൈവിട്ടു പോകും എന്നും അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് മറ്റു പരിഹാരങ്ങളാണ് വേണ്ടത്. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നതാണ് ചോദ്യം. ഇത് എവിടെ ചെന്ന് നിൽക്കണമെങ്കിലും അതിന് അമേരിക്ക ഒന്ന് ചിന്തിക്കണം, അമേരിക്കൻ പാർലമെൻറ്റ് ചിന്തിക്കണം, അമേരിക്കൻ ജനത ചിന്തിക്കണം, നികുതിദായകൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കണം. കൂട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വേറിട്ട ഒരു ചിന്ത, മാറിയ ഒരു ചിന്ത ഉണ്ടാകുന്നത് പ്രശ്നപരിഹാരത്തിന് നന്നായിരിക്കും. ഞാൻ പല ആവർത്തി പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മേഖലാ പരിഹാരമാണ് ആവശ്യം. ഇസ്രായേൽ, ഇറാൻ ആൻഡ് GCC കൺട്രീസ്, അവരുടേതാണ് ആ മേഖല. അവരെല്ലാം ചേർന്നുകൊണ്ട് പരസ്പരം യുദ്ധമില്ല കരാറിൽ ഏർപ്പെടുകയും ബാഹ്യശക്തികളെ, ചൈനയാകട്ടെ, റഷ്യയാകട്ടെ, അമേരിക്കയാകട്ടെ, ബാഹ്യശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട്, പാകിസ്ഥാന് പോലും അവിടെ കാര്യമില്ല, അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മേഖലാ ശക്തികൾ, പേർഷ്യൻ ഗൾഫ് മേഖലയുടെ സാമീപ്യമുള്ള, അത് ഇസ്രായേലിന് പോലും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സാന്നിധ്യമില്ല, സ്വല്പം മാറിയാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളേ ഉള്ളൂ, 8 രാജ്യങ്ങളെന്ന് പറയാം വേണമെങ്കിൽ. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ, UAE, ഖത്തർ, ബഹ്റിൻ, ഒമാൻ. ഈ രാജ്യങ്ങൾ ചേർന്ന് ഒരു ധാരണയിലെത്തിയാൽ തങ്ങളുടെ തീരപ്രദേശം എങ്ങനെ വിനിയോഗിക്കപ്പെടണം, പേർഷ്യൻ ഗൾഫ് മേഖല എങ്ങനെ നാളുകളിൽ സമാധാനം പുലരണം തീരുമാനിക്കാം അവർക്ക്. അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. അല്ല എങ്കിൽ വിഘടിപ്പിച്ച് നിർത്തിയാൽ, ഇറാനെ ശത്രുവായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ മനസ്സിൽ ഗൾഫ് മേഖലയെക്കുറിച്ച് സംശയങ്ങൾ, ഇസ്രായേലിനെക്കുറിച്ച് സംശയങ്ങൾ നിലനിർത്തിയാൽ ഒരിക്കലും ഭാവി ശോഭനം ആവില്ല. അമേരിക്കയുടെ കടക്ക് പുറത്ത് എന്ന് പറയാതെ തന്നെ അവർക്ക് അവിടെ വിട്ടുപോകാനുള്ള, ഉടനടിയല്ല, ഘട്ടം ഘട്ടമായിട്ട് അമേരിക്കൻ സേനകളെ അവിടെ നിന്നും മാറ്റിക്കൊണ്ട് പോവുക എന്നതാണ് പ്രധാനപ്പെട്ട പോംവഴി. അതുമാത്രമല്ല, മേഖലാടിസ്ഥാനത്തിൽ യുദ്ധമില്ലാ കരാറുകൾ വേണം. ആണവ പദ്ധതിയിൽ നിന്നും ഇറാനും സൗദി അറേബ്യയും ഒക്കെ പിൻവലിയണം. ഇസ്രയേലിൻ്റെ ആണവ പദ്ധതിയിൽ നിന്നും ഒരു സുരക്ഷ, ഒരു ഗ്യാരണ്ടി എന്ന രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ അത് വാങ്ങിയെടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ എണ്ണ ഉത്പാദനവും വിതരണവും വിപണനവും സാമ്പത്തിക സുസ്ഥിരതയും ആ പ്രദേശത്തുണ്ടാവൂ എന്നതാണ് എൻ്റെ ചിന്ത.